അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തു യാസീനിൻ്റെ പഠന സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 7 മുതൽ 12 വരെയുള്ള ആയത്തുകൾ നമുക്ക് പഠിക്കാം. ആദ്യം ഈ ആയത്തുകളുടെ പാരായണ രീതിയിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ഹഖ്ഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഇവിടെ ലഖദ് ഹഖ്ഖ എന്ന് പറയുമ്പോൾ ദാൽ എന്ന അക്ഷരത്തെ കൽക്കല ചെയ്തുകൊണ്ട് ദ് എന്ന ശബ്ദം വേറിട്ട് കേൾപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ പാരായണം ചെയ്യാൻ. ലഖദ് ഹഖ്ഖ, ലഖദ് ഹഖ്ഖ എന്ന് പാരായണം ചെയ്യാൻ കഴിയില്ല. ലഖദ് ഹഖ്ഖ എന്നാണ് പറയേണ്ടത്. അതുപോലെ ഖാഫ് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്, തഫ്ഖീമോടുകൂടി ഉച്ചരിക്കണം. ലഖദ് ഹഖ്ഖൽ ഖൗലു അലാ അക്സരിഹിം, അലാ അക്സരിഹിം. ഇവിടെ മദ് മുൻഫസിൽ എന്ന നിയമം വരുന്നുണ്ട്. 4 or 5 ഹർക്കത്ത് ദൈർഘ്യം നമ്മളിവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം മദ്ദക്ഷരമാവുകയും തൊട്ടടുത്ത വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഹംസ വരികയും ചെയ്യുമ്പോഴാണ് മദ് മുൻഫസിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാൻ, ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖമഹൂൻ. ഇവിടെ ഇന്ന എന്ന് പറയുമ്പോൾ 2 ഹർക്കത്ത് ദൈർഘ്യത്തിൽ ഉന്നത്ത് ചെയ്യണം, മണിക്കണം. ഇന്ന ജഅൽനാ ഫീ അഅ്നാഖിഹിം. മദ് മുൻഫസിൽ ഇവിടെയും നമുക്ക് കാണാം. 4 or 5 ഹർക്കത്ത് ദൈർഘ്യത്തിൽ നമ്മൾ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. അഗ്ലാലൻ ഫഹിയ. ഇവിടെ അഗ്ലാലൻ ഫഹിയ എന്ന് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയില്ല. തൻവീനിനെ മറച്ച് പിടിച്ച് മണിച്ച് കൊണ്ടുവേണം പാരായണം ചെയ്യാൻ. അഗ്ലാലൻ ഫഹിയ, അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാൻ, ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖമഹൂൻ. ഫഹും മുഖമഹൂൻ. ഫഹും എന്ന വാക്കിലെ അവസാനത്തെ അക്ഷരമായിട്ടുള്ള മീമിനെയും മുഖമഹൂൻ എന്ന വാക്കിലെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള മീമിനെയും ലയിപ്പിച്ച് ചേർത്ത് മണിച്ചു കൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ഫഹും മുഖമഹൂൻ. ഇദ്ഗാം ബിഗുന്ന എന്ന നിയമമാണ്. അതുപോലെ ഖ് മുഖമഹൂൻ, അവിടെ ഖാഫിനെ കനപ്പിച്ച് പാരായണം ചെയ്യുക. കൽക്കലയുടെ അക്ഷരമാണ് ഖാഫ്. ഫഹും മുഖമഹൂൻ. വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഇവിടെ മിൻ ബൈനി എന്ന് പാരായണം ചെയ്യുമ്പോൾ നൂനിനെ മീമാക്കി മാറ്റി മണിച്ചു കൊണ്ടുവേണം പാരായണം ചെയ്യാൻ. സാക്കിനായ നൂനിന് ശേഷം ബ എന്ന അക്ഷരം വരുമ്പോൾ ഉണ്ടാകുന്ന നിയമമാണ് ഇഖ്ലാബ്. നൂനിനെ മീമാക്കി മാറ്റി മണിച്ചു കൊണ്ട് പാരായണം ചെയ്യുക എന്നതാണ്. മിൻ ബൈനി എന്നാണ് പാരായണം ചെയ്യേണ്ടത്.
വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം. ഇവിടെ സദ്ദൻ വമിൻ തൻവീനിനെ വാവുമായി ലയിപ്പിച്ച് മണിച്ച് വേണം പാരായണം ചെയ്യാൻ. ഇദ്ഗാം ബിഗുന്ന. സദ്ദൻ വമിൻ ഖൽഫിഹിം. ഇവിടെ നൂനിനെ നമ്മൾ ഇദ്ഹാറാണ് ചെയ്യുന്നത്, വ്യക്തമായിട്ട് ഉച്ചരിച്ചുകൊണ്ടാണ്. കാരണം ശേഷം വരുന്നത് ഹൽക്കിൻ്റെ അക്ഷരമായിട്ടുള്ള ഖാ ആണ്. വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും. ഇവിടെ ഇഖ്ഫാ എന്ന നിയമമാണ്. സദ്ദൻ ഫ എന്ന് വരുമ്പോൾ തൻവീനിനെ മറച്ച് പിടിച്ച് മണിച്ച് പാരായണം ചെയ്യുന്നു. സദ്ദൻ ഫഅഗ്ശൈനാഹും ഫ. ഇവിടെ മീമിനെ ഇൽഹാർ ചെയ്യണം നമ്മൾ. ഫഅഗ്ശൈനാഹും ശേഷം ഫ എന്ന അക്ഷരമാണ്. ഫഹും ല. ഇവിടെയും നമ്മൾ മീമിനെ ഇൽഹാർ ചെയ്യണം. ഫഹും ലാ യുബ്സിറൂൻ. അതുപോലെ യുബ്സിറൂൻ യുബ്സിറൂൻ എന്ന് നമ്മൾ പാരായണം ചെയ്യരുത്. യുബ്സിറൂൻ ബഇനെ വ്യക്തമായിട്ട് ഉച്ചരിക്കുക. ബ എന്ന ശബ്ദം അവിടെ വ്യക്തമായിട്ട് കേൾക്കണം. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. വസവാഉൻ. ഇവിടെ 4-5 ഹർക്കത്ത് ദൈർഘ്യം നമ്മൾ കൊടുക്കണം. മദ് മുത്തസിലാണ്. ഒരൊറ്റ വാക്കിൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നു, അതുകൊണ്ട് മദ് മുത്തസിലാണ് ഇവിടെ ഉള്ളത്. വസവാഉൻ അലൈഹിം. അതുപോലെ വസവാഉൻ അവിടെയുള്ള തൻവീനെ നമ്മൾ വ്യക്തമായിട്ട് ഉച്ചരിക്കുന്നു, ഇൽഹാർ ചെയ്യുന്നു. ശേഷം വരുന്നത് ഐൻ എന്ന അക്ഷരമാണ്. വസവാഉൻ അലൈഹിം അഅൻദർതഹും. അലൈഹിം എന്ന വാക്കിലെ മീമിനെ അവസാനം നമ്മൾ ഇൽഹാർ ചെയ്യുന്നുണ്ട്. അതുപോലെ അഅൻദർതഹും ഇവിടെ നൂനിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ച് പിടിച്ച് മണിച്ച് ഉച്ചരിക്കണം. അഅൻദർതഹും അം ലം തുൻദിർഹും. ഇവിടെയും നൂനിനെ മറച്ച് പിടിച്ച് മണിച്ച് വേണം പാരായണം ചെയ്യാൻ. അതുപോലെ റാഇനെ തർത്തീഖ് ചെയ്യണം. തുൻദിർഹും. കാരണം റാഇന് മുൻപ് വരുന്നത് കസ്റുള്ള ഒരു അക്ഷരമാണ്. അം ലം തുൻദിർഹും ഫഹും. ക്ഷമിക്കണം. അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇന്നമാ തുൻദിറു മനിത്തബഅ الذِّക്റ വഖശിയ الرحمن بالغيب فبشره بمغفرة وأجر كريم. ഇന്നമ ഇവിടെ നൂനിനെ 2 ഹർക്കത്ത് ഉന്നത്ത് ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. തുൻദിറു നൂനിനെ ഇഖ്ഫാ ചെയ്യണം. ഇവിടെ തുൻദിറു എന്ന് നമ്മൾ പാരായണം ചെയ്യരുത്. തുൻദിറു മനിത്തബഅ الذِّക്റ. ഇവിടെ പലപ്പോഴും വിക്റ എന്ന് പലർക്കും ആകാൻ സാധ്യതയുണ്ട്. വിക്റ എന്ന് തന്നെ പാരായണം ചെയ്യുക. വഖശിയ الرحمن بالغيب. ഇവിടെയുള്ള ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളെല്ലാം അതിൻ്റെ തഫ്ഖീമോട് കൂടി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഗൈബ് ബ് എന്ന ശബ്ദം അവിടെ വ്യക്തമായി കേൾപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യണം. ഫബശ്ശിർഹു ഇവിടെ റാഇനെ തർക്കീഖ് ചെയ്യണം. കാരണം മുൻപ് വരുന്നത് കസ്റുള്ള ഒരു അക്ഷരമാണ്. തർക്കീഖ് ചെയ്യുക എന്നാൽ കനം കുറച്ച് പാരായണം ചെയ്യുക. ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ വഅജ്ർ. ഇവിടെ മഗ്ഫിറതിൻ വ തൻവീനിനെ
വാവുമായിട്ട് ലയിപ്പിച്ച് ചേർത്ത് മണിച്ച് വേണം പാരായണം ചെയ്യാൻ. വഅജ്രിൻ കരീം. ഇവിടെ തൻവീനിനെ മറച്ച് പിടിച്ച് മണിച്ച് വേണം പാരായണം ചെയ്യാൻ. വഅജ്രിൻ കരീം എന്നാണ് പാരായണം ചെയ്യേണ്ടത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇന്ന നൂനിനെ ഗുന്നത്ത് ചെയ്യണം. നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു എന്ന് പറയുമ്പോൾ വനക്തുബു എന്ന് പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു. ഇവിടെ ഷൈഇൻ അഹ്സൈനാഹു, ഇൻ എന്ന തൻവീനിനെ നമ്മൾ അവിടെ ഇദ്ഹാർ ചെയ്യുന്നുണ്ട്, ശേഷം ഹംസ വരുന്നത് കൊണ്ടാണ്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാം. ഫീ ഇമാം മദ് കാണുന്നുണ്ട്, മദ് മുൻഫസിലാണ്, ദീർഘിപ്പിക്കാൻ വിട്ടുപോകരുത്. ഇമാമിൻ മുബീൻ. ഇവിടെ തൻവീനിനെ മീമുമായിട്ട് ശേഷം വരുന്ന മീമുമായിട്ട് ലയിപ്പിച്ച് ചേർത്ത് മണിച്ച് വേണം പാരായണം ചെയ്യാൻ. ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് വേണം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇനി ഈ ആയത്തുകളുടെ ആശയവിവരണത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ 6 ആയത്തുകളിൽ പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുള്ള മാർഗം ചൊവ്വായ മാർഗമാണ്, അത് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഖുർആൻ എന്നെല്ലാം ഖുർആൻ മുഖേന സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിച്ചത്. അതിനുശേഷം പിതാക്കൾക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയിട്ടാണ് നിന്നെ നാം അയച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുന്നു. അത് മക്കക്കാരെ കുറിച്ചാണ്, ഖുറൈശികളെ കുറിച്ചാണ് പറയുന്നത് എന്നും നമ്മൾ ചർച്ച ചെയ്തു. 7ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ലഖദ് ഹഖ, സ്ഥിരപ്പെട്ടിട്ടുണ്ട്, യഥാർത്ഥമായിട്ടുണ്ട്, അൽ ഖൗലു, വാക്ക്, വചനം, അലാ അക്സരിഹിം, അവരിൽ അധികമാളുടെ മേലും, ഫഹും, അതിനാൽ അവർ, ലാ യുഅ്മിനൂൻ, വിശ്വസിക്കുന്നതല്ല. തീർച്ചയായും അവരിൽ അധികമാളുടെ മേലും വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അവർ വിശ്വസിക്കുകയില്ല. ഇവിടെ ഹഖൽ ഖൗൽ, വാക്ക് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇനി ഹൃദയ പരിവർത്തനം വന്ന് നന്നായി തീരുവാൻ മാർഗമില്ലാത്ത വിധം അവരുടെ ഹൃദയങ്ങൾ ദുഷിച്ചു പോയിട്ടുണ്ട്. അതിനാൽ ശിക്ഷയെ സംബന്ധിച്ച് താക്കീത് നൽകുക എന്നത് അവരിൽ ബാധകമായിട്ടുണ്ട് എന്നതാണ്. ഇനി അവർ എത്രമാത്രം ദുഷിച്ചു പോയിട്ടുണ്ട് എന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു പറയുന്നു. ഇന്ന ജഅൽന, ഇന്ന നിശ്ചയമായും നാം, ജഅൽന നാം ആക്കി, നാം ഏർപ്പെടുത്തിയിരിക്കുന്നു, ഫീ അഅനാഖിഹിം അവരുടെ കഴുത്തുകളിൽ, അഅനാഖ് കഴുത്തുകൾ, അഗ്ലാലൻ ചില ആമങ്ങളെ, കുടുക്കുകളെ, ഫഹിയ എന്നിട്ടവ, ഇലൽ അദ്ഖാനി താടിയെല്ലുകൾ വരെയുണ്ട്, ഫഹും അതിനാൽ അവർ, മുഖ്മഹൂൻ തല പൊക്കപ്പെട്ടവരാണ്. 9ാമത്തെ ആയത്തിൽ പറയുന്നു, വജഅൽന നാം ആക്കുകയും ചെയ്തു, മിൻ ബൈനി ഐദീഹിം അവരുടെ മുമ്പിൽ കൂടി, സദ്ദൻ
ഒരു തടവ്, ഒരു അണ, ഒരു മറ. വമിൻ ഖൽഫിഹിം അവരുടെ പിമ്പിൽ കൂടിയും സദ്ദൻ ഒരു തടവ്. ഫഅഗ്ശൈനാഹും അങ്ങനെ നാം അവരെ മൂടി. ഫഹും അതിനാൽ അവർ ലാ യുബ്സിറൂൻ കണ്ടറിയുന്നതല്ല. 8-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം നിശ്ചയമായും നാം അവരുടെ കഴുത്തുകളിൽ ചില ആമങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു, എന്നിട്ടവ താടിയെല്ലുകൾ വരേക്കുമുണ്ട്, അതിനാൽ അവർ തല പൊക്കപ്പെട്ടവരാകുന്നു. 9-ാമത്തെ ആയത്തിൽ അവരുടെ മുമ്പിൽ കൂടി ഒരു തരം തടവും അവരുടെ പിമ്പിൽ കൂടി ഒരു തരം തടവും നാം ഏർപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെ നാം അവരെ മൂടിയിരിക്കുകയാണ്, അതിനാൽ അവർ കണ്ടറിയുകയില്ല. ഇവിടെ അഗ്ലാൽ എന്ന വാക്ക് കൈകൾ കഴുത്തിലേക്ക് കൂട്ടി ബന്ധിക്കുന്ന ഒരു തരം ആമങ്ങളാണ്, ഒരു തരം വിലങ്ങുകൾക്കാണ് അഗ്ലാൽ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കൈകൾ താടിയെല്ലിന് താഴെ കൂട്ടിച്ചേർത്ത് വെച്ചായിരിക്കും ഈ ആമങ്ങൾ കഴുത്തിൽ കുടുക്കുക. അതുകൊണ്ട് ആമം വെക്കപ്പെട്ടവന് തല താഴ്ത്തുവാനോ യഥേഷ്ടം നോക്കിക്കാണുവാനോ സാധിക്കാത്ത വണ്ണം തല പൊക്കിപ്പിടിക്കുവാൻ അവൻ നിർബന്ധിതനായിരിക്കും. സദ് എന്ന വാക്കിനർത്ഥം തടവ്, മറ, മലന്തിട്ട, അണക്കെട്ട് എന്നൊക്കെ കാണാം. മുശ്രിക്കുകൾ അവരുടെ ഹൃദയം എത്രമാത്രം കഠിനമായി പോയിരിക്കുന്നു എന്ന് കാണിക്കുന്ന 2 ഉപമകളാണ് ഈ 2 വചനങ്ങളിലുള്ളത്. ഇങ്ങനെ ആമങ്ങളാൽ ബന്ധിക്കപ്പെടുകയും അതോടുകൂടി മുമ്പിലും പിമ്പിലുമെല്ലാം വമ്പിച്ച മറകളാൽ വലയം ചെയ്യപ്പെടുകയും ചെയ്തതുപോലെയാണ് ഇവരുടെ സ്ഥിതി. ഇവർക്ക് പുറമേ നടക്കുന്ന കാര്യങ്ങളൊന്നും നോക്കിക്കാണുവാൻ നിവൃത്തിയില്ല. സത്യം കണ്ടറിഞ്ഞേക്കുമെന്നോ അതിനെക്കുറിച്ച് ഇവർ ചിന്തിച്ചേക്കുമെന്നോ ഇവരെപ്പറ്റി ഇനി പ്രതീക്ഷിക്കുവാൻ പോലും മാർഗമില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വസവാഉൻ സമമാണ്, അലൈഹിം അവരിൽ, അഅൻദർതഹും നീ അവരെ താക്കീത് ചെയ്തുവോ, അം ലം തുൻദിർഹും അല്ല അവരെ താക്കീത് ചെയ്തില്ലയോ, ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. നീ അവരെ താക്കീത് ചെയ്തുവോ അല്ലെങ്കിൽ താക്കീത് ചെയ്തില്ലയോ, അവരിൽ രണ്ടും സമമാകുന്നു, അവർ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് അവരെ താക്കീത് ചെയ്യുവാൻ നീ മിനക്കെടേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്. രണ്ടിനും ഫലം തുല്യമായിരിക്കും, താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഫലം തുല്യമായിരിക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആരെയാണ് താക്കീത് ചെയ്യേണ്ടത് എന്ന് 11-ാമത്തെ വചനത്തിൽ പറയുന്നു. ഇന്നമാ തുൻദിറു നീ താക്കീത് ചെയ്യേണ്ടത് മനിത്തബഅ പിന്തുടർന്നവനെ മാത്രമാണ്, അദ്ദിക്ര ഉപദേശത്തെ, പ്രമാണത്തെ, സ്മരണയെ, വഖശിയ ഭയപ്പെട്ടവനെ, അർ-റഹ്മാന പരമകാരുണികനെ, ബിൽ ഗൈബ് അദൃശ്യത്തിൽ കാണാതെ, ഫബശ്ശിർഹു എന്നാൽ അവന് സന്തോഷമറിയിക്കുക, ബിമഗ്ഫിറത്തിൻ പാപമോചനം കൊണ്ട്, വ അജ്രിൻ പ്രതിഫലം കൊണ്ട്, കരീം മാന്യമായ. പ്രബോധനത്തെ അഥവാ പ്രമാണത്തെ പിന്തുടരുകയും അദൃശ്യമായ നിലയിൽ പരമകാരുണികനായുള്ളവനെ ഭയപ്പെടുകയും ചെയ്യുന്നതാരോ അവനെ മാത്രമേ നീ താക്കീത് ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ അവന് പാപമോചനത്തെയും മാന്യമായ പ്രതിഫലത്തെയും കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക. ഇങ്ങനെ അള്ളാഹുവിനെ നേരിൽ കാണാതെ തന്നെ ദൃഷ്ടാന്തങ്ങൾ വഴി അവനിൽ വിശ്വസിക്കുകയും അവനെ ഭയപ്പെടുകയും ചെയ്യാത്തവരെയും പ്രമാണങ്ങളും സതുപദേശങ്ങളും ചെവികൊള്ളാത്തവരെയും താക്കീത് ചെയ്തിട്ട് ഒരു ഫലവും ഉണ്ടാകുന്നില്ല. 12-ാമത്തെ ആയത്തിൽ ഇന്ന നിശ്ചയമായും നാം, നഹ്നു നാം തന്നെ, നുഹ്യി നാം ജീവിപ്പിക്കുന്നു, അൽ മൗത മരണപ്പെട്ടവരെ, വനക്തുബു നാം എഴുതുന്നു, രേഖപ്പെടുത്തുന്നു, മാ ഖദ്ദമു അവർ മുൻ ചെയ്തതിനെ, വ ആസാറഹും അവരുടെ പ്രവർത്തന ഫലങ്ങളെ, അവരുടെ
അഹ്സൈനാഹു നാം അതിനെ കണക്കാക്കി ക്ലിപ്തമാക്കി വെച്ചിരിക്കുന്നു. ഫീ ഇമാം ഒരു മൂലരേഖയിൽ, ഒരു കേന്ദ്ര ഗ്രന്ഥത്തിൽ, മുബീൻ സ്പഷ്ടമായ വ്യക്തമായ. നിശ്ചയമായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. അവർ മുൻചെയ്തു വെച്ചിട്ടുള്ളതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ കാര്യവും തന്നെ ഒരു സ്പഷ്ടമായ മൂലരേഖയിൽ നാം കണക്കാക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഖദ്ദമു എന്ന വാക്കിൽ ഒരു മനുഷ്യൻ മരണത്തിനു മുമ്പ് ചെയ്ത എല്ലാ കർമ്മങ്ങളും, അത് നല്ലതോ ചീത്തതോ ആയിക്കൊള്ളട്ടെ, അവൻ മുൻ ചെയ്തു വെച്ചത് ഖദ്ദമു എന്ന വാക്കിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഈ കർമ്മങ്ങളുടെ ഫലമായി അവശേഷിക്കുന്ന നന്മകളും തിന്മകളും, അവരുടെ എല്ലാ അവശിഷ്ടങ്ങളും അഥവാ അവരുടെ എല്ലാ പ്രവർത്തന ഫലങ്ങളും ആസാറഹും എന്ന വാക്കിലും ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു മനുഷ്യൻ മരണപ്പെടുന്നതിന് മുൻപ് ചെയ്തു കഴിഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അവൻ്റെ മരണശേഷം അവന് പുണ്യം ലഭിക്കുവാനുതകുന്ന എല്ലാ സൽപ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ അവന് ദോഷം ബാധിക്കുവാൻ കാരണമായി തീരുന്ന എല്ലാ ദുഷ്പ്രവർത്തനങ്ങളും ഒന്നൊഴിയാതെ തന്നെ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നു. ഈ രേഖയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ രേഖയ്ക്ക് കർമ്മങ്ങളുടെ ഏട് സഹീഫത്തുൽ അഅ്മാൽ എന്നാണ് പറയുന്നത്. ഇതിനു പുറമെ മനുഷ്യകർമ്മങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മൂലരേഖയും അള്ളാഹുങ്കലുണ്ട്. അതാണ് ഇമാമും മുബീൻ, സ്പഷ്ടമായ മൂലരേഖ എന്ന് അള്ളാഹു പറഞ്ഞത്. സൂറത്തുൽ ഖമറിൽ അള്ളാഹു പറയുന്നുണ്ട്, വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ. അവർ ചെയ്യുന്ന എല്ലാ കാര്യവും ഏടുകളിലുണ്ട്. വകുല്ലു സഗീരിൻ എല്ലാ ചെറിയ കാര്യവും, വകബീരിൻ വലിയ കാര്യവും, മുസ്തഖർ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബ്നു ബജലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഒരാൾ ഒരു നല്ല നടപടിക്രമം നടപ്പാക്കിയാൽ അവന് അതിൻ്റെ പ്രതിഫലവും അവന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലവും അവരുടെ പ്രതിഫലങ്ങളിൽ നിന്ന് ഒട്ടും കുറവ് വരുത്താതെ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ ഒരാൾ ഒരു ദുഷിച്ച നടപടി നടപ്പാക്കിയാൽ അവൻ ചെയ്തതിൻ്റെ കുറ്റവും അതനുസരിച്ച് മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ കുറ്റവും അവരുടെ കുറ്റങ്ങളിൽ നിന്ന് ഒട്ടും കുറവ് വരുത്താതെ തന്നെ ഉണ്ടായിരിക്കുന്നതുമാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്തു. വനക്തുബു മാ ഖദ്ദമു വആസാറഹും. ഈ ആയത്ത് പാരായണം ചെയ്തു എന്ന് നമുക്ക് ഈ ഹദീസിൽ കാണാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് ഇനി വരുന്ന ആയത്തുകൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.